നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചന്ദനത്തെയാണ്. ഹിന്ദുക്കളുടെ പുണ്യതരും അത്യന്തം സുഗന്ധദ്രവ്യം, ശക്തിയായ ശീതദ്രവ്യം എന്നീ നിലകളിലാണ് ചന്ദനം അറിയപ്പെടുന്നത്. ഉപയോഗത്തെ ആസ്പദമാക്കി ആയുർവേദത്തിൽ ഇതിനെ ദാഹപ്രശമന ഔഷധത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. സാൻഡലം ആൽബം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ കുടുംബം സാൻഡലേസിയയാണ്. ശ്വേതചന്ദന, ശീത, ഹിമ എന്നൊക്കെയാണ് ഇതിനെ സംസ്കൃതത്തിൽ വിളിക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ ചില വരണ്ട വനപ്രദേശങ്ങളിലും കേരളത്തിലെ മയൂർ വനങ്ങളിലും കർണാടകത്തിലുമാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷമാണിത്. ഇതിൻ്റെ തൊലി ചാരനിറത്തിലും തണ്ട് മുറിച്ചാൽ ക്രീം നിറത്തിലും അത്യന്തം സുഗന്ധത്തോടു കൂടിയതുമാണ്. ഇലകൾ ചെറുതും സമുഖമായും വിന്യസിച്ചിരിക്കുന്നു. പൂക്കൾ ചെറുതാണ്, കുലകളായാണ് കാണുന്നത്. സുഗന്ധമോ ഭംഗിയോ ഇല്ല. ഫലങ്ങൾ ചെറുതാണ്, മഞ്ചാടിക്കുരുവിന് സാമ്യമുള്ളതാണ് ഫലങ്ങൾ. ഇതിൻ്റെ തടിയാണ് ഔഷധയോഗ്യമായവ. സാൻഡലോൾ എ, സാൻഡലോൾ ബി എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസകങ്ങൾ. ഇതൊരു മൂലപരജീവി സസ്യമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ ചന്ദനം ഒരു ദൈവീകമായ ഔഷധമായിട്ടാണ് പറയാം. ഈ ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന ഒരു പ്രസാദമാണല്ലോ ചന്ദനം. ശരിക്കുള്ള ചന്ദനമാണെങ്കിൽ അതിൽ വളരെയധികം ഫലപ്രദം. ചന്ദനം നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ആ നെറ്റിയിലുണ്ടാകുന്ന ഒരു മർമ്മമുണ്ട്, ഈ സ്തബനി മർമ്മം. അതിൽ ഈ ചന്ദനം ശീതമാണ്. ഈ ശീതമായ അവസ്ഥ അടുത്ത് അതിങ്ങനെ തലച്ചോറിലേക്ക് എത്തി സ്ട്രെസ്സിനെ ഇല്ലാണ്ടാക്കും. അതുപോലെ ഈ ശരീരം ചുട്ടുപോകുന്നൊരു കണ്ടീഷനുണ്ട്. ഈ ചുട്ടുപോകുന്ന കണ്ടീഷൻ വരുമ്പോൾ ഈ ചന്ദനം പൊടിയാക്കിയിട്ട് അത് പാലിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ വെറും വെള്ളം വെച്ച് അകത്തേക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പുറമേ കഴുകാനും പറ്റും. പിന്നെ ഈ മൂത്രച്ചൂട്, ഇപ്പോൾ വേനൽക്കാലത്ത് വരുമ്പോൾ മൂത്രച്ചൂടിൻ്റെ സമയമാണ്. ഇവിടെ ഈ ചന്ദനം ഇട്ട് വെള്ളം തിളപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ മൂത്രച്ചൂട് കുറയും. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിരുക്കത്തിന് ഈ ചന്ദനം പൊടിച്ച പൊടി പാലിൽ കലക്കിയിട്ട് ലേശം കൽക്കണ്ടം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലപ്രദമാണ്. പിന്നെ ഇത് ഈ ത്വക്ക് രോഗത്തിന് ഒരു അത്ഭുതമായ ഫലസിദ്ധുള്ള അകത്തേക്ക് കൊടുക്കാൻ അതുപോലെ ഈ ചന്ദനം ഇട്ട് മൂപ്പിച്ച എണ്ണ മേലെ തേച്ച് കഴിഞ്ഞാൽ ഈ ചുട്ടുനീറ്റിലോട് കൂടിയുള്ള ചില വിസർപ്പങ്ങളുണ്ട്, അതിന് നല്ല ഫലപ്രദമാണ്. പിന്നെ ഈ ചന്ദനം ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിനെ തണുപ്പിക്കും, ശീതമാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇല്ലാണ്ടേക്കും. അപ്പോൾ ഈ ചന്ദനാശ്രമം, ഈ ചന്ദനോശിരാതി കഷായം, ഇതൊക്കെ ചന്ദനം ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ വേനൽക്കാലത്തേക്ക് അകത്തേക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പോഴും ഉപയോഗിക്കാവുന്ന ഔഷധമാണ്. ഇനിയിപ്പോൾ ഈ ആശ്രമം ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ ചന്ദനം ഇട്ട് ചുക്കളം ഉണ്ടാക്കിയിട്ട് ദിവസേന കുടിച്ചാലും മതി. Ah